الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ്. വലിയ വലിയ അമാനത്തുകൾ അത് കൃത്യമായി നിർവഹിക്കാൻ കടമപ്പെട്ടിട്ടുള്ള ആളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള മനുഷ്യവർഗം. കുടുംബം, അതുപോലെയുള്ള ഒട്ടനവധി മേഖലകൾ, സമൂഹത്തിനോടുള്ള കടപ്പാടുകൾ, ബാധ്യതകൾ, സ്വന്തത്തിനോടുള്ള കടപ്പാടുകൾ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ എണ്ണി പഠിപ്പിച്ചിട്ടുള്ള ദൗത്യങ്ങളെ നിർവഹിക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തിയിലും ചുമതലപ്പെടുത്തിയ ഏറ്റവും വലിയ ദൗത്യമാണ് ഇസ്ലാമിക ദഅവത്ത് എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലൂടെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും ദഅവത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അത് നിർവഹിക്കേണ്ടതിൻ്റെ അനിവാര്യതകളെക്കുറിച്ചും അത് നിർവഹിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഹദീസുകളിൽ വ്യക്തമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. എന്തിനാണ് ഇസ്ലാമികമായി ദഅവത്ത് നിർവഹിക്കുന്ന ആവശ്യമെന്താണ്, എന്തിനാണ് ആ ദൗത്യം നിർവഹിക്കാൻ അള്ളാൻ്റെ ദീൻ എത്രത്തോളം ഗൗരവമായി ഓരോ വിശ്വാസിയെയും ഈ വിഷയം കൽപ്പിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ തികച്ചും
പിന്നെ മനുഷ്യന്മാർ പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ നിലനിർത്താറുണ്ട്. കാരുണ്യം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് ഇസ്ലാമിക പ്രബോധനം എന്നുള്ളത്. എൻ്റെ ശരീരം ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതോടൊപ്പം എൻ്റെ കുടുംബത്തെ ഞാൻ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മുടെ മക്കളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അതുപോലെ തന്നെ നരകത്തിൻ്റെ ഗർത്തങ്ങളിൽ നിന്ന് നമ്മുടെ അയൽവാസികളെയും നമ്മുടെ നാട്ടുകാരെയും അവർക്ക് ദീനെത്തിച്ചു കൊടുത്താൽ അവരെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ഹിദായത്ത് അവർക്ക് ലഭിക്കാൻ കാരണമായേക്കാം എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഷിർക്കിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഗൗരവം വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഷിർക്ക് ചെയ്യുന്ന വ്യക്തി ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. എവിടെയും ഒരു പിടുത്തമില്ലാത്ത ഒരു ജീവിതമായിരിക്കും അവൻ്റെത്. മാത്രമല്ല ഫഖദ് ഹറമല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അലൈഹിൽ ജന്ന, സ്വർഗത്തെ അള്ളാഹുവിനെ ഹറാമാക്കി. വമഅവാഹു മുന്നാർ, നരകമാണ് അവൻ്റെ സങ്കേതമെന്ന് ശിർക്ക് ചെയ്യുന്നവനെ സംബന്ധിച്ച് അള്ളാഹു വിശദീകരിച്ചു. അതുപോലെ തന്നെ കുഫ്റിൽ അകപ്പെട്ട് കിടക്കുന്ന, ഹദീസുകളെ നിഷേധിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കാത്തത് കൊണ്ടോ പ്രമാണങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന അത്തരം ആളുകളിലേക്കും ദീനെത്തിക്കേണ്ട ബാധ്യത നമ്മുടേത് തന്നെയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തൊരു മേഖല നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ലഹരിയിൽ അകപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിത ശൈലി. തൗഹീദുണ്ട്, നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, തികച്ചും ഹറാമുകളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. റബ്ബിനെ മറന്ന്, ആഖിറത്തിനെ മറന്ന്, കൊള്ളയും കളവും വേണ്ടാത്തരങ്ങളും ചതിയും വഞ്ചനകളും നടത്തി ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ, റബ്ബിനെ മറന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരിലേക്കും അല്ലാഹുവിൻ്റെ ദീനെത്തിക്കേണ്ട ബാധ്യത ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. നിങ്ങൾ നോക്കൂ, തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാം ഒരു കാരണവശാലും അംഗീകാരം നൽകുകയോ ഒരു കാരണവശാലും അല്ലാഹുവിൻ്റെ ദീന് ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അനുകൂലം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചത് ഒരു മനുഷ്യനെ നിങ്ങൾ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്ന് ഗൗരവമായി പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം. നോക്കൂ, അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇസ്ലാമിനെ കരിവാരി പൂശുന്ന ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ. ഏതെങ്കിലും മേഖലകൾ ചർച്ചയ്ക്ക് ലഭിച്ചാൽ അവിടെയൊക്കെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ വികൃതമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി പേനയുന്തുന്നവർ, അതിനുവേണ്ടി പ്രസംഗിക്കുന്നവർ, അതിനുവേണ്ടി വാതോരാതെ അത് ഇന്നത്തെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകൾ പരത്തുന്നവർ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്താധാരകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇന്ന് പ്രചാരണത്തിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ മക്കളെയൊക്കെ പഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലിബറൽ വാദം, നിരീശ്വര നിർമ്മതവാദങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ഇന്ന് വർദ്ധിക്കുകയാണ്. ഇവിടെ ഒരു വിശ്വാസിക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്താ? വീട്ടിൽ മിണ്ടാതിരിക്കാൻ പറ്റൂല. അല്ലാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു. എനിക്ക് ദീന് കിട്ടി, ഇനി ഞാനും എൻ്റെ മക്കളും അങ്ങനെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോയാൽ മതി എന്നൊരു കാഴ്ചപ്പാടിൽ ജീവിച്ചാൽ പോരാ. ഓരോ മനുഷ്യർക്കും ഈ ഉമ്മത്തിനോട് ബാധ്യതയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നിങ്ങൾ നോക്കൂ. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലി ഇംറാനിന്റെ 104-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വൽതകും മിൻകും ഉമ്മ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, നന്മയിലേക്ക് കൽപ്പിക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന ദുരാചാരത്തിൽ നിന്ന് തടയുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്ന് രൂപപ്പെടട്ടെ എന്ന്. ഒരു സമുദായമായി നിങ്ങൾ രൂപപ്പെടണം, ഒരു സംഘമായി നിങ്ങൾ അണിചേരണം. എവിടെയാണ് അണിചേരേണ്ടത്? നമ്മുടെ തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന നാട്ടിൽ. വൽതകും മിൻകും ഉമ്മ, നിങ്ങളൊരു സംഘമാകണം, അല്ലെങ്കിൽ ഒരു സമുദായമാകണം. അവരുടെ ഉത്തരവാദിത്വം എന്താ? യദ്ഊന ഇലൽ ഖൈർ, ജനങ്ങൾക്ക് സദാചാരം കൽപ്പിക്കുന്നവരാകണം. വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ,
നന്മയിലേക്ക് ക്ഷണിക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന, ദുരാചാരത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്ന് രൂപപ്പെടട്ടെ എന്നാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അങ്ങനെയുള്ളവരാണ് വിജയികളെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. അള്ളാന്റെ ദീന് സഹോദരങ്ങളെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാവണം നമ്മൾ. നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ച്, നമ്മുടെ ശരീരം ഉപയോഗിച്ച്, നമ്മുടെ സമയം ഉപയോഗിച്ച് സഹോദരങ്ങളെ ദീനിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളായി മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഖൈറുകൾ ഒരുപാടുണ്ട്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ച്, സ്വഹാബത്തിനെ സംബന്ധിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാണ്, നിങ്ങൾ ഉത്തമ സമൂഹമാണ്. ഉഖ്രിജതു ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ്. ഉത്തമ സമൂഹമെന്ന് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു വിളിക്കണം. സ്വഹാബത്തിനെ സംബന്ധിച്ച്, താബീങ്ങളെ സംബന്ധിച്ച്, തബൂ താബീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു വിളിക്കണം. നിങ്ങൾക്കുള്ള ദൗത്യം എന്താ? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ടവരാണ്. എന്നിട്ട് അല്ലാഹു പഠിപ്പിച്ചു, തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാകണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ മർമ്മപ്രധാനമായ മേഖലയാണിത്. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ആളുകളായി നിങ്ങൾ മാറണമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, മിണ്ടാതിരിക്കുന്ന ശൈലി, ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിനെതിരെ ശബ്ദിക്കാതിരിക്കുന്ന ശൈലി വിശ്വാസിയുടെ ജീവിതത്തിൽ യോജിച്ചതല്ല എന്നുള്ളതാണ്. അവിടെ കലഹമുണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും അല്ല ഉദ്ദേശം, മറിച്ച് അള്ളാന്റെ ദീനിനെതിരെ ഒരു പ്രവർത്തനം കണ്ടാൽ അയാൾ പോകുന്നത് നരകത്തിലേക്കാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ദീനിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ആരുടേതാണ്? ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട് ആളിക്കത്താണ്, വീട് കത്തിപ്പിടിച്ച് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ആ വീട്ടിൽ കിടക്കുന്ന എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ മാതാപിതാക്കളും നിമിഷങ്ങൾക്കകം ആ വീട്ടിൽ കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായി വീഴുന്ന ചാമ്പലുകളായി അവർ മാറാം എന്നൊരു വിവരം എൻ്റെ കൽബിലേക്ക് കിട്ടിയിട്ടും എൻ്റെ മക്കളെയും എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും എൻ്റെ കുടുംബത്തെയും വിളിക്കാതെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് ഞാൻ മാത്രം പുറത്തിറങ്ങി രക്ഷപ്പെട്ടാൽ നാട്ടിലുള്ളവർ എന്നെ പറ്റി എന്തു പറയും? ലോകത്തെ ഏറ്റവും വലിയ ചതിയനാണ് അയാളെന്ന് പറയും, ആ മക്കളെ കൊന്നവനാണെന്ന് പറയും, അല്ലേ? സഹോദരങ്ങളെ, ഒരു തിന്മ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ നാടുകളിലോ ഹറാമായ, പ്രത്യേകിച്ച് ശിർക്കിനെ പോലെയുള്ള മാരകമായ പാപങ്ങൾ നമ്മുടെ നാടുകളിൽ കണ്ടുവരുമ്പോൾ അതിനെതിരെ മൗനം പാലിച്ച് പോകുന്നവർ നരകത്തിലേക്ക് പൊയ്ക്കോട്ടെ, ഞാൻ എൻ്റെ ജീവിതവുമായി ഞാൻ പൊയ്ക്കോളാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. ഇത് തെറ്റാണ്. ഒരു തെറ്റ് കണ്ടിട്ട് ആ തെറ്റിനെതിരെ സംസാരിക്കാതിരുന്നാൽ അള്ളാഹു നാളെ വിചാരണ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരാൾ മാറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അയാൾക്കിത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ബാധ്യത നമ്മുടേതാണ്. മഹാനായ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു സംഭവത്തിന് യൗമു ഖൈബറ, ഖൈബറിന്റെ ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലാഹി, റബ്ബിനെ തന്നെയാണ് സത്യം, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറുൽ ലക മിൻ അൻ യകൂന ലക ഹുംറിൻ നഅം. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം, ഒരു മനുഷ്യനതാ, നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അയാൾ ദഅവത്ത് നിർവഹിച്ചതിൻ്റെ കാരണം കൊണ്ട്, ഒരാൾ ദീന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തതിൻ്റെ കാരണം കൊണ്ട് ഒരു വ്യക്തി ദീനിലേക്ക് കടന്നു വന്നാൽ, ഒരാളുടെ സമ്പത്ത് കാരണം, ഒരാൾ ശാരീരികമായി ദഅവത്തിന്റെ മേഖലയിൽ ഇറങ്ങി പുറപ്പെട്ടത് കാരണത്താൽ, ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുത്തതിൻ്റെ കാരണത്താൽ ഒരാൾ തൗഹീദിലേക്ക് മടങ്ങി വന്നാൽ, ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, ഒരു തെറ്റിനെ ഒഴിവാക്കിയാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം, വല്ലാഹി ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറുൽ ലക മിൻ അൻ യകൂന ലക ഹുംറിൻ നഅം. ചുവന്ന ഒട്ടകത്തിന് അയാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അറബികളിലെ ഏറ്റവും മഹനീയമായി അവർ കണ്ടിരുന്ന ഒന്നാണ്
ഒരാൾക്കൊരു ചുവന്ന ഒട്ടകം ഉണ്ടാവുക എന്നുള്ളത് ആ ഒട്ടകത്തിന് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫീ റിവായത്തിൻ മറ്റൊരു റിവായത്തിൽ കാണാം ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഒരാൾ ദീന് പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾ ദീനിലേക്ക് കടന്നു വന്നാൽ ആ ദീന് പറഞ്ഞു കൊടുത്ത വ്യക്തിക്ക്, ദീനിലേക്ക് ജനങ്ങളെ എത്തിച്ച വ്യക്തിക്ക്, ആ ദീനിൻ്റെ ആശയം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ദഅവത്ത് നിർവഹിച്ച വ്യക്തിക്ക് ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ളത് മുഴുവനും അയാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഈ ദുനിയാവിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രഗത്ഭരായ സ്വഹാബികളൊക്കെ അള്ളാന്റെ ദീന് പ്രബോധനം ചെയ്യുന്നിടത്ത് മുന്നിൽ നിന്നത്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. ഗഫാർ ഗോത്രക്കാരനാണ്. മക്കയിലേക്ക് വന്നു. 3 മാസക്കാലം റസൂലിനെ കണ്ടും അള്ളാന്റെ റസൂലിനെ അറിഞ്ഞും അള്ളാഹുവിൻ്റെ റസൂലിനെ വീക്ഷിച്ചുകൊണ്ട് മക്കയിൽ മഹാനായ സ്വഹാബി, അത് അന്ന് സ്വഹാബി ആയിട്ടില്ല, റസൂലിനെ അറിയാൻ വേണ്ടി വന്നതാണ്, റസൂലിനെ കേൾക്കാൻ വേണ്ടി വന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടും അറിഞ്ഞും മക്കയിൽ അദ്ദേഹം ജീവിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു, റസൂലേ, ഗഫാർ ഗോത്രക്കാരനാണ് ഞാൻ, ഗഫാർ ഗോത്രത്തിൽ നിന്ന് വന്നവനാണ് ഞാൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലേ, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. ഞാൻ 3 മാസമായി ഇവിടെ വന്നിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, ഈത്തപ്പഴം വെള്ളം കുടിച്ചാണ് ഞാൻ ജീവിച്ചത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് ഇസ്ലാമിൽ ബൈഅത്ത് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം റസൂലിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞു, റസൂലേ, 3 മാസക്കാലം ഞാൻ മക്കയിൽ കണ്ട കാഴ്ച, കഅബാലയത്തിന്റെ ഉള്ളിൽ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ പോലും കഅബാലയത്തിന്റെ ഉള്ളിൽ വരെ വിഗ്രഹാരാധനക്കെതിരെ പടപൊരുതിയിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടക്കം വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്ന ഒരു ജനതയെ ഈ മക്ക മണ്ണിൽ ഞാൻ കാണുകയുണ്ടായി. നബിയെ, എനിക്കവരോട് ദീന് പറയണം. എനിക്ക് കിട്ടിയ തൗഹീദിനെ, എനിക്ക് കിട്ടിയ വെളിച്ചത്തിനെ ഞാൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പോകട്ടെ എന്ന് പറയുകയും റസൂലിന്റെ മുന്നിൽ നിന്ന് ഓടിച്ചെന്ന് കഅബാലയത്തിന്റെ ചാരത്ത് വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളോട് ഉറക്കെ പറഞ്ഞു. മുശ്രിക്കുകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മനുഷ്യരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമാണ് കേട്ടോ. നിങ്ങൾ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങൾക്ക്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ വിഗ്രഹങ്ങൾക്ക് യാതൊരു കഴിവുമില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോ ആദ്യത്തെ അടി അബൂജഹലിൻ്റെതായിരുന്നു. ഒന്നാമത്തെ മർദ്ദനം മഹാനായ സഹാബിയുടെ ശരീരത്തിലേക്ക് വന്നു വീണത് അബൂജഹലിൻ്റെതായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അടികിട്ടിയ സ്വഹാബി ശത്രുക്കൾ ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹത്തെ മർദ്ദിച്ചു കൊണ്ടിരുന്നപ്പോ അള്ളാന്റെ റസൂലും സ്വഹാബികളും ചെന്ന് പിടിച്ചു കൊണ്ടുവന്ന് മഹാനായ സ്വഹാബിയോട് ചോദിച്ച അബൂദറിനോട് ചോദിച്ച, അബൂദറേ, എന്തേ അബൂദറേ ഇങ്ങനെ ഒരു ആവേശം കാണിച്ചത്? അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലേ, ഇനിയും നിങ്ങൾ എനിക്ക് അനുവാദം തന്നാൽ ഞാൻ പോകും നബി അവരിലേക്ക്. ഈ ദീനിൽ ഞാൻ അവരിലേക്ക് പറഞ്ഞു കൊടുക്കും. ആ ജനത നരകത്തെ നോക്കി നരകത്തെ നോക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണവർ. അവർക്ക് എന്റെ ഈ ദീനിന്റെ തൗഹീദിന്റെ വെളിച്ചം അവർക്ക് പറഞ്ഞു കൊടുക്കണം എനിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂദറേ, നീ നിന്റെ കുടുംബത്തിലേക്ക് ചെല്ലണം അബൂദറേ, മദീനയിലേക്ക് പോകണം അബൂദറേ, അവിടെ ഗഫാർ ഗോത്രമുണ്ട്, നിന്റെ ഗോത്രത്തിനോട് നീ തൗഹീദ് പറയണം. അതേ, ഇസ്ലാമിന്റെ തൗഹീദിന്റെ പ്രബോധനത്തിന്റെ ദൗത്യമേറ്റെടുത്ത് മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് പോവുകയാണ് അബൂദർ റളിയല്ലാഹു അൻഹു. മക്കയിൽ ചെന്നു അദ്ദേഹത്തിന്റെ നാട്ടിലെത്തി. മക്കയിൽ നിന്ന് വിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലെത്തി തൗഹീദ് പറഞ്ഞു. തന്റെ ഗോത്രമായ അതേ ഗഫാർ ഗോത്രത്തിനോട് മുഴുവനും തൗഹീദ് പറഞ്ഞു. ആ ഗഫാർ ഗോത്രം റബ്ബിന്റെ ഭാരമായ തൗഫീഖ് കൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിന്റെ ഫലമായി അല്ലാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചം അവർക്ക് കിട്ടി. ആ തൗഹീദ് കിട്ടിയപ്പോ ആ മുഴുവൻ ആളുകളും ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് കടന്നു വന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു കുടുംബമായ അസ്ലം ഗോത്രത്തിലേക്ക് പ്രവേശിച്ചു. അല്ലാഹുവിന്റെ ദീന് പറയാൻ അസ്ലം ഗോത്രത്തിലേക്ക് ചെന്നു. അവിടെയും ദീന് പറഞ്ഞു. അസ്ലം ഗോത്രം മുഴുവനും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം
ഹബീബായ റസൂലിന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇസ്ലാമിക പ്രബോധനത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ഹബീബിന്റെ മുന്നിൽ വന്നിട്ട് കാര്യങ്ങൾ പറയാണ്. റസൂലേ, ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് എന്റെ കുടുംബങ്ങൾ മുഴുവനും കടന്നു വന്ന സന്തോഷ വാർത്ത അറിയിച്ചപ്പോ അതെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിക്ക് മുകളിലെ ഏറ്റവും വലിയ ജിഹാദ് നിർവഹിച്ചത് എന്റെ അബൂദറാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ അവർ ത്യാഗം സഹിച്ചത്? എന്തിനാണ് അവർ പാടുപെട്ടത്? സഹോദരങ്ങളെ, ഈ തൗഹീദിനെ വിളിച്ചു പറഞ്ഞത് എന്തിനാണ്? അവരുടെ സ്വർഗം അവർക്ക് നേടിയെടുക്കാനും അവരുടെ അക്കൗണ്ടിൽ പുണ്യങ്ങൾ കൂമ്പാരമായി കൂട്ടിവെക്കാനും മാത്രമല്ല, ഈ തിന്മയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജനതയെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്ന അദ്ദേഹത്തിന്റെ ദൗത്യം അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഏറ്റവും വലിയ ജിഹാദ് അത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടുമുള്ള ജിഹാദാണ്. ആ ജിഹാദ് ദഅവത്താണ്. ജനങ്ങൾക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കാരണം ഒരാൾ ഹിദായത്തിലേക്ക് വന്നാൽ എത്രയാണ് അതിന്റെ പ്രതിഫലം? മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നമ്മൾ കാരണം ഒരാൾ ഹിദായത്തിലായി അവൻ ചെയ്യുന്ന പുണ്യകർമ്മം, ആ ഹിദായത്തിലായ വ്യക്തി ചെയ്യുന്ന പുണ്യകർമ്മത്തിന്റെ ആ കൂലി ഒട്ടും കുറയാതെ ഇയാളുടെ ഖബറിലേക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞല്ലോ, ഒരു കുട്ടി ദീനനുസരിച്ച് ജീവിച്ചാൽ ആ കുട്ടി ചെയ്യുന്ന പുണ്യങ്ങളുടെ പ്രതിഫലത്തിൽ നിന്ന് കുറയാതെ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് അതിന്റെ പുണ്യം ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ സഹോദരങ്ങളെ. അതേപോലെ ഒരു ദഅവത്ത് നിർവഹിക്കാൻ ഒരാൾ ഇറങ്ങിപ്പുറപ്പെട്ടു. അയാളുടെ സംസാരം കൊണ്ടോ അയാളുടെ നന്മ ഉപദേശങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ സമ്പത്ത് കൊണ്ട് അയാൾ നടത്തിയ ഒരു പ്രോഗ്രാമിലൂടെ ഒരു മനുഷ്യൻ ദീനിലേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ ഒഴിവ് സമയത്ത് ഞാൻ കൊടുത്തൊരു ലഘുലേഖ കാരണം ഒരാൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയോ ചെയ്താൽ അതിന്റെ പ്രതിഫലം ചെറുതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ദുനിയാവ് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന് പഠിപ്പിച്ചു. മാത്രമല്ല, ഖബറിൽ ആ ഹിദായത്ത് കിട്ടിയ വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ തുല്യമായി ഇയാളുടെ ഖബറിലേക്കും ലഭിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതാണ് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠം. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിന്റെ ദീന് വിളിച്ചു പറഞ്ഞ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ത്വൽഹ എന്നറിയുമോ? ഉഹുദിന്റെ ഭൂമിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയ സ്ഥലത്തു നിന്ന് ചില സഹാബികൾ ഇറങ്ങിപ്പോയി. എങ്ങനെ റസൂല് ഇസ്ലാമിന് വിജയമുണ്ടായി എന്ന് അവർക്ക് മനസ്സിലാവുകയും അങ്ങനെ ദീന് വിജയിച്ചു അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞു, റസൂലുള്ളാഹിന്റെ കൽപ്പന വരുന്നതിന് മുമ്പ് അവർ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്ത് ഉഹുദിന്റെ അവരിറങ്ങിപ്പോന്ന വഴിയിലൂടെ ശത്രുക്കൾ കയറി ഉഹുദിലേക്ക് മുസ്ലിമീങ്ങൾ ആക്രമിക്കുന്നൊരവസ്ഥ ഉണ്ടായി. ഇസ്ലാമിക ചരിത്രം നമുക്കറിയാം. ഹബീബായ റസൂലിന്റെ പല്ല് പൊട്ടിയ ദിവസമായിരുന്നു ചരിത്രത്തിൽ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുഴിയിലേക്ക് വീണ ദിവസം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. അള്ളാഹുവിന്റെ റസൂലിനെ ശത്രുക്കൾ വളഞ്ഞു നിൽക്കുന്ന സമയം ശത്രുക്കളുടെ മധ്യത്തിലേക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ വകഞ്ഞു മാറ്റി ഹബീബിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്ന ത്വൽഹാനെ ചരിത്രത്തിൽ നമുക്ക് കാണാം. റസൂലിനെ ചേർത്ത് പിടിക്കുകയാണ്. വാളുകൊണ്ട് ആഞ്ഞുവെട്ടുന്ന ശത്രുക്കളുടെ മധ്യത്തിൽ ഹബീബായ റസൂലിന്റെ ശരീരത്തിലേക്ക് ഒരു വെട്ടുകൊള്ളാതെ ഹബീബിനെ തന്റെ മാർബിടത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ത്വൽഹാനെ ചരിത്രത്തിൽ കാണാം. ആദ്യത്തെ വെട്ട് കിട്ടി. ത്വൽഹാന്റെ കൈ ഒന്നിങ്ങനെ ലൂസായപ്പോ റസൂൽ പറഞ്ഞു, വിട്ടള ത്വൽഹ, എന്നെ വിടു ത്വൽഹ എന്ന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വിടൂല നബിയെ. ആ കൈ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. എന്നിട്ട് ഹബീബിന്റെ മാർബിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നെഞ്ചകമുണ്ട് നബിയെ, നിങ്ങളുടെ നെഞ്ചകത്തിനോട് ചേർത്ത് എന്റെ ശരീരം നിലംപതിക്കാതെ നബിയെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു വെട്ടുകൊള്ളാൻ ഈ ത്വൽഹ അനുവദിക്കില്ലെന്ന് ഉഹുദിന്റെ ഭൂമിയിലെ ചരിത്രത്തിൽ നമുക്ക് കാണാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ വരവ് കണ്ട് ശത്രുക്കൾ പിന്മാറുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി താഴെ വീഴുന്നു.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അബൂബക്കറെ, എൻ്റെ തൊൽഹാനെ കണ്ടു അബൂബക്കറെ, തൊൽഹാന്റെ മുതുകിന്റെ ഭാഗം ഒന്ന് എണ്ണി നോക്ക്. തൊൽഹാന്റെ മുതുകത്ത് 70 ചില്ലാനം വെട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അതെ, 80-ലധികം പാടുകൾ ഉണ്ടായിരുന്നു എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. ഈ രൂപത്തിൽ ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച സഹാബത്ത് ബോധം തെളിഞ്ഞപ്പോൾ റസൂൽ ചോദിച്ചു, തൊൽഹ, എന്തേ തൊൽഹ, നിനക്ക് വിട്ടുകൂടായിരുന്നോ? നിനക്ക് വിട്ടുകൂടായിരുന്ന തൊൽഹ? തൊൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ആദ്യത്തെ വെട്ട് എൻ്റെ പച്ച മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോ വിട്ടാലോ എന്ന് തോന്നി എനിക്ക്. പക്ഷേ ഞാൻ വിട്ടാൽ അടുത്ത വെട്ടെൻ്റെ റസൂലിന്റെ ശരീരത്തിലേക്കാകുമല്ലോ എന്നോർത്തപ്പോ എനിക്ക് വിടാൻ തോന്നിയില്ല നബിയെ. ഞാൻ അതുകൊണ്ടാണ് മുറുക്കി പിടിച്ചത് റസൂലേ എന്ന്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ചവർ. ആ റസൂലിനെ അന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു തന്റെ മാർബടത്തിലേക്ക് ചേർത്ത് വെച്ച് സംരക്ഷിച്ചുവെങ്കിൽ, മുഅ്മിനീങ്ങളെ, ആ റസൂലിന്റെ ജീവിത ചരിത്രത്തെ മുന്നിൽ വെച്ച് ഇന്ന് നമ്മുടെ നാടിൽ, കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യ രാജ്യങ്ങളിൽ, രാജ്യത്തിന്റെ വിവിധ മുക്കുകളിൽ നിന്ന് ആ റസൂലിനെതിരെയുള്ള ആരോപണങ്ങൾ വരുന്നില്ലേ? ഇല്ലേ പ്രിയമുള്ളവരെ? ആ ആരോപണം ഉന്നയിക്കുന്നവനോട് വാളെടുക്കാനല്ല ദീന് പറഞ്ഞത്, ആ ജനങ്ങൾക്ക് ദീനൊന്ന് പറഞ്ഞു കൊടുക്കാൻ. ഞങ്ങളുടെ റസൂലിനെ ഇന്ന ആളാണ് ഞങ്ങളുടെ വ്യക്തി റസൂലെന്ന്, പ്രവാചകനെന്ന്, അള്ളാഹുവിൻ്റെ പ്രവാചകനെന്ന ആ ജനങ്ങൾക്ക് പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, പ്രപഞ്ചനാഥനായ റബ്ബിനെ കുറിച്ചുള്ള ഏകദൈവ വിശ്വാസത്തിന്റെ ശബ്ദം ആ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സമ്പത്ത് എത്ര ചെലവഴിച്ചിട്ടുണ്ട്, നമ്മുടെ സമയം എത്ര ചെലവഴിച്ചിട്ടുണ്ട്, നമ്മുടെ ആരോഗ്യത്തിൽ നിന്ന് എത്ര കാലം, എത്ര സമയം നമ്മൾ അതിനു വേണ്ടി ഒരു ദിവസത്തിൽ നമ്മൾ വിനിയോഗിക്കാറുണ്ട്. ഒരാശയം, ദീനിന്റെ ഒരാശയം ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും, വേണ്ട ഒരു മിനിറ്റെങ്കിലും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കണം. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങളാണത്. ഇസ്ലാമിക ചരിത്രത്തിലെ മുസ്അബ് ബിൻ ഉമൈർ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ പ്രഗത്ഭനായ വ്യക്തിത്വമാണ്. ദാറുൽ അർഖം, അർഖം ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട് റസൂലുള്ള പരസ്യ പ്രബോധനത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. രഹസ്യമായി പ്രബോധനം ചെയ്യുന്ന കാലം, മക്കയിൽ പരസ്യമായി ഇറങ്ങാൻ സമയമാകാത്ത കാലം, അള്ളാഹുവിന്റെ വഹ്യ്, പരസ്യ പ്രബോധനത്തിന്റെ വഹ്യ് ഇറങ്ങുന്നതിന് മുമ്പ് മക്കയിലെ മുഹമ്മദിനെ കുറിച്ച് പഠിച്ച മഹാനായ മുസ്അബ് ബിൻ ഉമൈർ, അതെ, റസൂലിനെ കുറിച്ചറിഞ്ഞ, ആ റസൂല് പറയുന്ന ഒരു ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കിയ മുസ്അബ് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ദാറുൽ അർഖമിൽ വെച്ച് മദീനയിലേക്ക് ദീനിന്റെ ദഅവത്ത് ഏറ്റെടുത്തു പോയ വ്യക്തികളുടെ കൂട്ടത്തിൽ മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പങ്ക് ചെറുതല്ല. മദീനയിൽ ദഅവത്ത് നിർവഹിച്ചു. സഹോദരങ്ങളെ, വിരിഞ്ഞു നിൽക്കുന്ന നെഞ്ചകം, അതേ, തുടുത്തു നിൽക്കുന്ന കവിൾത്തടം, മണിക്കൂർ വെച്ച് വസ്ത്രം മാറ്റിയിരുന്ന ജീവിതകാലം, ഇതൊക്കെയായിരുന്നു മഹാനായ മുസ്അബ് ബിൻ ഉമൈറിന്റെ ജീവിത കാലഘട്ടം. ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ നിന്ന് നോക്കൂ നിങ്ങൾ, ആ മക്ക കാലഘട്ടത്തിലെ ജീവിതത്തിൽ നിന്ന് ദീനിന്റെ ദഅവത്തിന് വേണ്ടി പോവാണ്. റസൂലിനോട് ചോദിക്കുന്നു, റസൂലേ, എന്ത് തരും നബിയെ നിങ്ങൾ എനിക്ക് പകരമായി? ഞാൻ പോയാൽ, അതേ, മുസ്അബിനോട് റസൂലുള്ള പറഞ്ഞത്, അല്ലാഹു നിനക്ക് സ്വർഗം തരും മുസ്അബേ, സ്വർഗം തരും മുസ്അബേ. ഈ ഒരൊറ്റ കണ്ടീഷനിൽ പോകാണ്. മദീന പട്ടണത്തിലേക്ക് ചെന്ന് ഇസ്ലാമിൻ്റെ ദഅവത്ത് നിർവഹിച്ച് 2 കൊല്ലക്കാലം ദീനിൻ്റെ ദഅവത്ത് നിർവഹിച്ച് ഉഹദിൻ്റെ ഭൂമിയിലാണ് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. ഉഹദിൻ്റെ ഭൂമിയിൽ കുറേ ശരീരങ്ങൾ ഇങ്ങനെ കിടക്കുന്ന കൂട്ടത്തിൽ കമിഴ്ന്ന് കിടക്കുന്നൊരു ശരീരം ഉണ്ടായിരുന്നു. സ്വഹാബികളുടെ മയ്യത്തുകൾ, അതെ, വരിവരിയായി കിടക്കുന്ന ആ സ്വഹാബികളുടെ ശരീരങ്ങളുടെ കൂട്ടത്തിൽ കമിഴ്ന്ന് കിടക്കുന്ന ശരീരം. അള്ളാഹുവിൻ്റെ റസൂൽ പതുക്കെ അവിടെ എത്തി. മുട്ടുംകാല് 2 മുട്ടും കുത്തി അവിടെ ഇരുന്നു. കയ്യിലേക്ക് മുസ്അബിന്റെ ശരീരത്തിന് കയ്യിലേക്ക് മലർത്തി കിടത്തി. ചൂഴ്ന്നെടുക്കപ്പെട്ട കണ്ണുകൾ, അതെ, കൊത്തി നുറുക്കപ്പെട്ട വിരലുകൾ. മുസ്അബ് ബിൻ ഉമൈറിന്റെ ചരിത്രമാണ് സഹോദരങ്ങളെ. അതെ, അദ്ദേഹത്തിന് ഒരു കഫൻ പുടവയില്ലാത്തൊരവസ്ഥ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. സ്വഹാബത്ത് പറയാണ്, റസൂലേ, മുസ്അബിനെ കഫൻ ചെയ്യാൻ ഒരു കഫൻ പുടവില്ലല്ലോ നബിയെ, കാല് മറച്ചാൽ തല പുറത്തു പോകുന്ന ഒരു പുതപ്പിന്റെ കഷ്ണമാണുള്ളത്, എന്തു ചെയ്യും? ഒരു കറുത്ത പുതപ്പിന്റെ കഷ്ണം. ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നബിയെ? മുസ്അബിനെ കഫൻ ചെയ്യാൻ ഒരു കഫൻ പുടവയില്ല. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മണിക്കൂർ വെച്ച് വസ്ത്രം മാറ്റിയിരുന്ന വ്യക്തിയാണ്. സമ്പന്നനായിരുന്നു അദ്ദേഹം. പക്ഷെ ആ സമ്പത്തൊക്കെ ഒഴിവാക്കി അള്ളാന്റെ ദീന് മതി എന്ന് പറഞ്ഞ്, സ്വർഗം മതി എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട വ്യക്തി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. മുസ്അബിന്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയാണ്, മുസ്അബേ, പകരം ഒരു കഫൻ പുടവ തരാൻ
മക്കയിലെ നിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല മുസ്അബേ. പകരം ഒരു കഫൻ പുടവ തരാൻ ഈ മുഹമ്മദിനില്ലല്ലോ എന്നോർക്കുമ്പോൾ സങ്കടമുണ്ട് മുസ്അബേ. സ്വഹാബത്തിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അതേ ഉഹുദിന്റെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പുല്ലുകൊണ്ട് ചുറ്റിപ്പൊതിയാൻ കാലിൻ്റെ ഭാഗം, തലയുടെ ഭാഗം കറുത്ത പുതപ്പിൻ്റെ കഷ്ണം കൊണ്ട് മറച്ച് കാലിൻ്റെ ഭാഗം പുല്ലുകൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞിട്ടാണ് ഉഹുദിൻ്റെ ഭൂമിയിൽ തന്നെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തെ അത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, ആ മുസ്അബാകാൻ നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട്? നമ്മുടെ യുവത്വം നമ്മൾ എന്തിന് ചെലവഴിച്ചു? മുസ്അബിന്റെ യുവത്വം മുസ്അബ് ചെലവഴിച്ചത് അല്ലാഹുവിന് വേണ്ടിയാണ്, സ്വർഗത്തിന് വേണ്ടിയാണ്. നമ്മൾ എന്തിന് ചെലവഴിച്ചു? നമ്മുടെ സമ്പത്ത് എന്തിന് ചെലവഴിക്കുന്നു? നമ്മുടെ ഒഴിവ് സമയങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു? നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മുടെ മനസ്സിൽ മുഴുവനും ഇസ്ലാമിൻ്റെ ദഅവത്തിനെ കുറിച്ച് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക. എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായ പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാവുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്നത് സഹോദരങ്ങളെ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. മനുഷ്യൻ്റെ വാക്കുകളിൽ ഏറ്റവും നല്ല വാക്കേതാ? അത് പിന്നെ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതാണ്. റബ്ബിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വാക്കാണ് ഏറ്റവും നല്ല വാക്കെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ ദഅവാ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ എന്നല്ല, നമ്മളാൽ എന്ത് കഴിയുമെന്ന് ഇരുന്ന് ആലോചിച്ച്, ഒരുപക്ഷെ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നിടത്തായിരിക്കാം എനിക്ക് പങ്കുവഹിക്കാൻ പറ്റുക, അവിടെ ഞാൻ ഉണ്ടാവണം. ഒരു ലഘുലേഖ കൊണ്ടുപോയി കൊടുക്കുന്നിടത്തായിരിക്കാം എൻ്റെ പങ്കുവഹിക്കാൻ കഴിയുക, അവിടെ ഞാൻ ഉണ്ടാവണം. സഹോദരങ്ങൾ, എൻ്റെ സമ്പത്ത് കൊണ്ട് ദഅവത്തിന് സഹായിക്കാൻ പറ്റിയേക്കാം, അവിടെ നമ്മൾ ഉണ്ടാവണം. എൻ്റെ ഒഴിവ് സമയം ദഅവത്തിന് വേണ്ടി എനിക്ക് പ്രസംഗിക്കാൻ പറ്റിയേക്കാം, അതിനുവേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കണം. എനിക്ക് ലേഖനങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ ജനങ്ങൾക്ക് ദീന് പറയാൻ, പഠിപ്പിക്കാനുള്ള കഴിവുകൾ എൻ്റെ കയ്യിൽ ഉണ്ടായേക്കാം, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ നിന്നുകൊണ്ട് നമുക്ക് ദഅവത്തിൻ്റെ, ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മേഖലയിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റുമോ ആ മേഖലയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് വസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച നമ്മുടെ ദൗത്യത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു ദൗത്യത്തെ സംബന്ധിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്. എല്ലാവരും നഷ്ടക്കാരാണ്. എന്നിട്ട് 3 വിഭാഗം ഒഴികെ. ആ വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്താ? ഇല്ലല്ലദീന ആമനു, വിശ്വാസികളൊഴികെ, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. മൂന്നാമത്തത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, ഹഖ് കൊണ്ട് ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. അതിൻ്റെ കൂട്ടത്തിൽ അല്ലാഹു എണ്ണി പറഞ്ഞതാണ് വതവാസൗ ബിസ് സബ്ർ. ഈ ഹഖ് പറയുമ്പോൾ കുത്തുവാക്കുകൾ ഉണ്ടാകും, പരിഹാസങ്ങളുണ്ടാകും, ആക്ഷേപങ്ങളുണ്ടാകും, അടി കിട്ടും, മർദ്ദനങ്ങളുണ്ടാകും, ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകളുണ്ടാകും. അപ്പോൾ ക്ഷമിക്കുകയും ചെയ്യുന്നവരൊഴികെയാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, അമലുസ് സ്വാലിഹാത്ത് കൊണ്ട് ജീവിതം ക്രമീകരിക്കുന്നവരൊഴികെ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ടും നന്മ കൊണ്ടും ജനങ്ങളെ ഉപദേശിക്കുന്നവരൊഴികെ. അപ്പോൾ ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വെറുപ്പുകൾ ആളുകൾ പ്രകടിപ്പിച്ചേക്കാം, ആളുകൾ നമ്മളെ പരിഹസിച്ചേക്കാം, ആളുകൾ കുറ്റപ്പെടുത്തിയേക്കാം. ഇതൊക്കെ നാടുകളിലുണ്ടാവാം. പക്ഷെ അവിടെയൊക്കെ സുബറോടുകൂടി
മുന്നോട്ട് പോയിക്കൊണ്ട് ഈ ദൗത്യം നിർവഹിക്കുന്നവരാരാണോ അവരൊഴികെ ബാക്കി എല്ലാ മനുഷ്യരും നഷ്ടക്കാരാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ദഅവത്ത് നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണെന്ന് അവൻ വിശ്വസിക്കുക എന്നുള്ളത്. ഒന്ന് നമ്മൾ ഉൾക്കൊണ്ട ദീന് തൗഹീദ് നമ്മളിൽ ഉണ്ടാവണം, പ്രവാചക ചര്യ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, എന്നിട്ട് ജനങ്ങളോട് ദീന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇങ്ങനെ ചെയ്താലുള്ള നേട്ടം എന്താ? ഭൗതികമായി തന്നെ നമുക്കൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. ദുനിയാവിൽ തന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാവും. അതായത് ഒരു അലക്കുകല്ലിൽ നമ്മളൊരു കുപ്പായം കൊണ്ടുപോയി ചളി പിടിച്ച കുപ്പായം അലക്കുകല്ലിൽ അലക്കിയാൽ 3 ഗുണങ്ങളാണ്. ഒന്ന്, കുപ്പായം നന്നാകും, കല്ലും നന്നാകും, നമ്മുടെ കയ്യും നന്നാകും എന്നതുപോലെയാണ് നമ്മൾ ദഅവത്ത് നിർവഹിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടും. പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്കും അതിൽ നിന്ന് അതിൻ്റെ പ്രതിഫലം ലഭിക്കും, അയാൾക്കും അതിലൊരു മാറ്റം കാണും, നമ്മുടെ ആഖിറവും നമുക്ക് വെളിച്ചമായി കിട്ടും. സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും അതുകൊണ്ട് ഉപകാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും എല്ലാ രൂപത്തിലും നമ്മളാൽ കഴിയുന്ന ദീനിൻ്റെ ദഅവാ രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമായി മുന്നോട്ട് പോവുക. ഇന്ന് നമ്മുടെ നാടുകളിൽ പല തിന്മകളും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടും പല ആളുകളും സംഘടനാ പക്ഷപാതിത്വങ്ങൾ, സംഘടനകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന് ദഅവത്തിൽ നിന്ന് തന്നെ അകന്നു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇസ്ലാം ഒരിക്കലും അത്തരം പ്രവർത്തനങ്ങളോട് യോജിക്കുന്നില്ല. കാരണം കുനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ അണിനിരക്കണം. ദഅവത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ഉമ്മത്താവണമെന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അവിടെ നിങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങളൊരു ഉമ്മത്തായി നിൽക്കണം. എന്നിട്ട് നിങ്ങൾ ജനങ്ങളോട് ഈ ദീന് പറയണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിടത്ത് ദീനിൻ്റെ ദഅവത്തിൻ്റെ മേഖലയിൽ ഒറ്റക്കെട്ടാവാനാണ് പഠിപ്പിച്ചത്. സംഘടനാ സംവിധാനങ്ങളെന്ന് പറയുന്നത് സംഘടനയെ വലുതാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പണിയെടുക്കുന്നത്, മറിച്ച് ആ സംഘടനാ ചാനലുകളിലൂടെ ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കാം. അതല്ലാതെ നമ്മുടെ കുടുംബങ്ങളിൽ തെറ്റ് കണ്ടിട്ട് മിണ്ടാതിരിക്കണ മനുഷ്യന്മാരുണ്ട്. മക്കളിൽ തെറ്റ് കണ്ടാലും മിണ്ടൂല, ഉമ്മാൻ്റെയും വാപ്പാൻ്റെ അടുത്ത് തെറ്റ് കണ്ടാലും മിണ്ടൂല, ചേട്ടാനുജന്മാരിൽ ഒരു തെറ്റ് കണ്ടാലും മിണ്ടൂല, ഞാനായി എൻ്റെ പാടായി എന്ന് പറഞ്ഞു പോകുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒറ്റ ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തട്ടെ സുഹൃത്തുക്കളെ. റസൂലുള്ളാഹി പറയാണ്, നബി സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദി ഫഇൻ ലം യസ്തതിഉ ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതിഉ ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞ വാക്കെന്താ? മൻ റആ മിൻകും മുൻകറ, ഒരു തെറ്റ് കണ്ടിട്ട് ആ തെറ്റിനെ നിങ്ങൾ ഫൽയുഗയ്യിറുഹു ബിയദി, കൈകൊണ്ട് തടുക്കാൻ പറ്റിയതാണെങ്കിൽ കൈകൊണ്ട് തടുക്കണം. മക്കളിൽ ഒരു തെറ്റ് കണ്ടാൽ വാപ്പാക്ക് കൈകൊണ്ട് തടുക്കാം, അനുജനിൽ ഒരു തെറ്റ് കണ്ടാൽ ജ്യേഷ്ഠന് കൈകൊണ്ട് തടുക്കാം, അതെ, ഭാര്യയിൽ ഒരു തെറ്റ് കണ്ടാൽ ഭർത്താവിന് കൈകൊണ്ട് തടുക്കാം. തൻ്റെ അധികാരത്തിൽപ്പെട്ടവരിൽ ഒരു തിന്മ കണ്ടാൽ അത് തൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ളവരെ കൈകൊണ്ട് തടുക്കാം. റസൂലുള്ളാഹി പറഞ്ഞു, ഫഇല്ലം യസ്തതിഉ ഫബിലിസാനിഹി, അതെ, എന്നിട്ടും നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അങ്ങനത്തെ നിനക്ക് കൈകൊണ്ട് തടുക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ള ആളുകളാണെങ്കിൽ നിൻ്റെ നാവ് കൊണ്ട് നീ അതിനെ എതിർക്കണം. ഫഇല്ലം യസ്തതിഉ, അതിനും പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടും മെച്ചപ്പെടാത്ത അവസ്ഥ വരികയാണെങ്കിൽ, ഫബി ഖൽബിഹി, നിൻ്റെ കൽബ് കൊണ്ട് അതിനെ വെറുക്കുകയെങ്കിലും വേണം. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിൻ്റെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. തെറ്റ് കണ്ട് മൗനം പാലിക്കുന്നവൻ്റെ ഹൃദയത്തിൽ ഈമാനിന് ദുർബലതയുണ്ടെന്നർത്ഥം. അതുകൊണ്ട് ആത്മാർത്ഥമായി മനസ്സിലാക്കുക, നമ്മുടെ മക്കളിൽ ഒരു തെറ്റ് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന വാപ്പ, അതെ, അയൽവാസിയിൽ ഒരു തെറ്റ് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഞാനെന്ന വ്യക്തി, സഹോദരങ്ങളെ, നമ്മൾ ഈ ജനങ്ങളോട് കരുണ കാണിക്കാത്തവരാണ്. കാരുണ്യമുണ്ടോ? അയാൾ നരകത്തുനിന്ന് രക്ഷപ്പെടണമെന്നൊരു ആത്മാർത്ഥമായ ചിന്തൻ്റെ കൽബിൽ ഉണ്ടാവണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ദിനേന നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക, അതിനുവേണ്ടി യോഗങ്ങൾ കൂടുക. ഒരു മീറ്റിംഗ്, ദഅവത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചാൽ അതിൽ വന്നിരിക്കാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ കാണിക്കണം. നമ്മുടേതായ അഭിപ്രായങ്ങൾ പങ്കുവെക്കണം. ദഅവത്തിൻ്റെ നല്ല നല്ല സാഹചര്യങ്ങളെ നമ്മുടെ അഭിപ്രായങ്ങളിലൂടെ ഒരു പക്ഷേ നാടിന് വെളിച്ചം കിട്ടിയേക്കാം. ആ അഭിപ്രായങ്ങൾക്ക് പ്രതിഫലമുണ്ട്, ആ ഇരുത്തത്തിന് പ്രതിഫലമുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി കൂടിയിരിക്കുന്ന ആളുകളെ അള്ളാഹു അവർക്ക് അർശിൻ്റെ തണൽ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി കൂടിയിരിക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ പിരിഞ്ഞു പോകുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. സഹോദരങ്ങൾ, റസൂൽ മരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് സ്വഹാബികൾ ഉണ്ടായിരുന്നു, അല്ലേ? ഇന്ന് മദീനയിലെ ബഖീയിൽ, മദീനയിലെ ഖബർസ്ഥാനിൽ
മക്കയിലെ ഖബർസ്ഥാനിലും കൂട്ടിയാൽ വിരലെണ്ണാവുന്ന സ്വഹാബികളുടെ ഖബറുകളെ അവിടെ ഉള്ളൂ. ബാക്കി സ്വഹാബികളൊക്കെ എവിടെ? ദഅവത്തിന് വേണ്ടി നാട് വിട്ടുപോയവരാണ്. നാട് വിട്ട് ദഅവത്തിന് വേണ്ടി പോയവരാണ്. നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയല്ലല്ലോ. നമ്മുടെ വ്യത്യസ്ത നാടുകളിൽ ആളുകൾ ദഅവത്ത് നിർവഹിക്കാൻ ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലെങ്കിലും ഈ ദീനൊന്ന് വിളിച്ചു പറയാൻ എന്നേ നമ്മളോട് ആവശ്യപ്പെടുന്നു അല്ലാഹുവിൻ്റെ ദീന്. ആ പ്രവർത്തനങ്ങളിലെങ്കിലും നമ്മുടെ പങ്കുകൾ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ, മുഖലിസീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, സമയം കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തെഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الله أكبر الله أكبر أشهد أن لا إله إلا الله